ഈ വീഡിയോയിൽ നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2023 നടന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഇന്ന് നമ്മൾ നോക്കാനായി പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 30/2023. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ക്ലാസ് ഇഷ്ടമായാൽ മാത്രം വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം: ശ്രീഹരിക്കോട്ടയിൽ നിന്നും SSLV D2 വിക്ഷേപിച്ച് ഭ്രമണപഥത്തിൽ എത്തിച്ച ഉപഗ്രഹങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥിനികൾ തയ്യാറാക്കിയ ഉപഗ്രഹമേത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആസാദി സാറ്റ് 2. ശ്രീഹരിക്കോട്ടയിൽ നിന്നും SSLV D2 വിക്ഷേപിച്ച് ഭ്രമണപഥത്തിൽ എത്തിച്ച ഉപഗ്രഹങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥിനികൾ തയ്യാറാക്കിയ ഉപഗ്രഹമാണ് ആസാദി സാറ്റ് 2. അടുത്ത ചോദ്യം: W ഏത് മൂലകത്തിന്റെ പ്രതീകമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ടങ്സ്റ്റൺ. ടങ്സ്റ്റന്റെ പ്രതീകമാണ് W. ടങ്സ്റ്റന്റെ ലാറ്റിൻ പേര് വുൾഫ്രം എന്നാണ്. അതിൽ നിന്നുമാണ് ടങ്സ്റ്റന് W എന്ന പ്രതീകം ലഭിച്ചത്. ടങ്സ്റ്റന്റെ ലാറ്റിൻ നാമം വുൾഫ്രം എന്നാണ്. ഈ പേരിൽ നിന്നുമാണ് ടങ്സ്റ്റന് W എന്ന പ്രതീകം ലഭിച്ചത്. വനേഡിയത്തിന്റെ പ്രതീകം V ആണ്. മെർക്കുറിയുടെ പ്രതീകം Hg ആണ്. മെർക്കുറിയുടെ പ്രതീകം Hg ആണ്. മെർക്കുറിയുടെ ലാറ്റിൻ നാമം ഹൈഡ്രാർജിറം എന്നതാണ്. ഈ ഹൈഡ്രാർജിറം എന്ന ലാറ്റിൻ നാമത്തിൽ നിന്നാണ് മെർക്കുറിക്ക് Hg എന്ന പ്രതീകം ലഭിച്ചത്. ടിന്നിന്റെ ലാറ്റിൻ നാമം സ്റ്റാനം എന്നാണ്. ഈ സ്റ്റാനം എന്ന പേരിൽ നിന്നുമാണ് ടിന്നിന് Sn എന്ന പ്രതീകം ലഭിച്ചത്. വനേഡിയത്തിന്റെ പ്രതീകം V, ടങ്സ്റ്റന്റെ പ്രതീകം W, മെർക്കുറിയുടെ പ്രതീകം Hg, ടിന്നിന്റെ പ്രതീകം Sn. അടുത്ത ചോദ്യം: ചുവടെ നൽകിയിരിക്കുന്നവയിൽ കപട സംക്രമണ മൂലകം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, കാഡ്മിയം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ കപട സംക്രമണ മൂലകം കാഡ്മിയം ആണ്. സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവയെയാണ് കപട സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവയെയാണ് കപട സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം: ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പ്ലൂട്ടോണിയം. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് പ്ലൂട്ടോണിയം. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഡ്യൂട്ടീരിയം ആണ്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം പ്ലൂട്ടോണിയമാണ്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഡ്യൂട്ടീരിയമാണ്. അറ്റോമിക സംഖ്യ 11 മൂലകത്തിന്റെ L ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 8. അറ്റോമിക സംഖ്യ 11 മൂലകത്തിന്റെ L ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. പ്രധാനപ്പെട്ട ഷെല്ലുകൾ KLMN എന്നിങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 2n² എന്ന് പറയുന്നത്. ആദ്യത്തെ ഷെല്ല് ഏതാണ്? K ഷെല്ലാണ്. അപ്പോൾ ഇക്വേഷനിൽ ആദ്യത്തെ ഷെല്ലായതുകൊണ്ട് എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുന്നു. ഉത്തരം 2. അപ്പോൾ K ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. രണ്ടാമത്തെ ഷെൽ L ഷെല്ലാണ്. 2 ഗുണം എന്നിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുന്നു. 2ന്റെ സ്ക്വയർ 4, 4 ഗുണം 2 8. L ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 8. വെള്ളായി അപ്പൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന OV വിജയൻ രചിച്ച ചെറുകഥ ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കടൽ തീരത്ത്. വെള്ളായി അപ്പൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന OV വിജയൻ രചിച്ച ചെറുകഥയാണ് കടൽ തീരത്ത്. ബാക്കി അശാന്തി, കാറ്റുപറഞ്ഞ കഥ, ബാലബോധിനി ഇവയെല്ലാം തന്നെ OV വിജയന്റെ രചനകൾ തന്നെയാണ്. കൂടാതെ ഖസാക്കിന്റെ ഇതിഹാസം, ധർമ്മപുരാണം, അരക്ഷിതാവസ്ഥ, ഗുരുസാഗരം, പ്രവാചകന്റെ വഴി, മധുരം ഗായതി, തലമുറകൾ, ഭൂതപ്രബന്ധവും മറ്റ് കഥകളും, കുറെ കഥാബീജങ്ങൾ ഇവയെല്ലാം OV വിജയന്റെ പ്രശസ്തമായ രചനകളാണ്. ഏതൊക്കെയാണ്? ഖസാക്കിന്റെ ഇതിഹാസം, ധർമ്മപുരാണം, അരക്ഷിതാവസ്ഥ, ബാലബോധിനി, ഗുരുസാഗരം, പ്രവാചകന്റെ വഴി, മധുരം ഗായതി, തലമുറകൾ, അശാന്തി, കാറ്റുപറഞ്ഞ കഥ, കടൽ തീരത്ത്, ഭൂതപ്രബന്ധവും മറ്റ് കഥകളും,
കുറെ കഥാബീജങ്ങൾ, ഇവയെല്ലാം OV വിജയന്റെ പ്രശസ്തമായ രചനകളാണ്. അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് നോവലാണ് ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് രവി, അപ്പുക്കിളി, നൈജാമലി, മൈമുന, കുഞ്ഞാമിന, ചുക്രു റാവുത്തർ, കുപ്പുവച്ചവൻ, മാധവൻ നായർ, മൊല്ലാക്ക ഇവരെല്ലാം. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവിയാര്? ഉത്തരം ഓപ്ഷൻ സി ആണ്, വള്ളത്തോൾ. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനെയാണ്. ഇത് കൂടാതെ കേരള വാൽമീകി, കേരള ടാഗോർ, കേരള ടെന്നീസൺ എന്നീ വിശേഷണങ്ങളിലൊക്കെ അറിയപ്പെടുന്നതും വള്ളത്തോൾ നാരായണ മേനോനെയാണ്. കേരള വാൽമീകി എന്നും കേരള ടാഗോർ എന്നും കേരള ടെന്നീസൺ എന്നും ശബ്ദസുന്ദരൻ എന്നും അറിയപ്പെടുന്ന കവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അറിയപ്പെട്ടത് കേരള ഓർഫ്യൂസ് എന്നാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അറിയപ്പെടുന്നത് കേരള ഓർഫ്യൂസ് എന്നാണ്. അടുത്ത ചോദ്യം, ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആര്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കർണം മല്ലേശ്വരി. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് കർണം മല്ലേശ്വരി. 2000 നടന്ന സിഡ്നി ഒളിമ്പിക്സിൽ ഭാരോദ്വഹനത്തിലാണ് കർണം മല്ലേശ്വരി വെങ്കല മെഡൽ കരസ്ഥമാക്കിയത്. ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരിയാണ്. ഏത് ഒളിമ്പിക്സിലാണ്? സിഡ്നി ഒളിമ്പിക്സ് 2000 സിഡ്നി ഒളിമ്പിക്സിലാണ്. ഏത് വിഭാഗത്തിലാണ്? ഭാരോദ്വഹനത്തിലാണ്. വെങ്കല മെഡലാണ് കർണം മല്ലേശ്വരി കരസ്ഥമാക്കിയത്. അടുത്ത ചോദ്യം, ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ അല്ലെങ്കിൽ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രം വരച്ചതാര്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വിൻസെന്റ് വാൻ ഗോഗ് ആണ്. വിൻസെന്റ് വാൻ ഗോഗ് ആണ് പൊട്ടറ്റോ ഈറ്റേഴ്സ് അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന ചിത്രം വരച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത ഹൈക്കോടതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കേരള ഹൈക്കോടതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത ഹൈക്കോടതി. കേരള ഹൈക്കോടതി സ്ഥാപിതമായത് 1956 എറണാകുളമാണ് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം. കേരളം, ലക്ഷദ്വീപ് എന്നിവ കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിലാണ് പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത ഹൈക്കോടതി കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതി സ്ഥാപിതമായത് 1956, ആസ്ഥാനം എറണാകുളം. കേരളവും ലക്ഷദ്വീപും കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിലാണ് പെടുന്നത്. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.